നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് IMA. സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ IMA ഭാരവാഹികൾ സന്ദർശിക്കും. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. ബാലകൌമാരങ്ങളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചിതരാക്കാൻ ബോധവൽക്കരണവുമായി മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് വേറിട്ട പ്രവർത്തനങ്ങൾ. തളങ്കര മൻസൂർ അലിയുടെ കൊലപാതകം, മുഖ്യപ്രതി അറസ്റ്റിൽ. പഠനത്തോടൊപ്പം കൃഷിയും. മട്ടുപ്പാവിനെ കൃഷിയിടമാക്കി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് സാന്ത്വനത്തിന്റെ കൈത്താങ്ങുമായി നീലേശ്വരം നഗരസഭ. 18 വയസ്സുള്ളവർക്ക് സുരക്ഷിത പഠനത്തിനായി ബഡ് സ്കൂൾ തുടങ്ങി. പെരിയ പുലിഭൂത ദേവസ്ഥാനം ആയിരങ്ങളെ സാക്ഷിയാക്കി ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ രാഘവേശ്വര ഭാരത് സ്വാമികൾ മേൽമാട് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി IMA. ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ പിരിച്ചുവിടുന്ന നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും IMA. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തെ IMA പിന്തുണക്കുമെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ P. കൃഷ്ണൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ പിരിച്ചുവിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് IMA ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനെ ഡോക്ടറായിട്ട് മാറുന്ന കുട്ടികൾ ഗവൺമെന്റിന്റെ പുതിയ നിയമപ്രകാരം, പുതിയ ഇതിനിടെ സൂചിപ്പിച്ചത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള ആ ബില്ല് പാസ്സായി നിയമത്തിൽ വരികയാണെങ്കിൽ ഇവർക്ക് ഒരു നെക്സ്റ്റ് എക്സാം, ഇവർ ഒരു നെക്സ്റ്റ് എക്സാം, ഒരു ലൈസൻസ് എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ അവർ ഡോക്ടറായിട്ട് അംഗീകരിക്കുകയോ അവർക്ക് ഡോക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാനോ അവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനോ പറ്റുകയുള്ളൂ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഒരു നിയമം വരാൻ പോവുകയാണ്. ഈ നിയമം ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ പാസ്സാകുന്ന ബിരുദധാരികൾക്ക് മാത്രമാണ്. ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ പിരിച്ചുവിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെതിരെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങിയത്. MBBS പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾ നാഷണൽ ലെവലിൽ നടത്തുന്ന നെക്സ്റ്റ് പരീക്ഷ പാസ്സാകണമെന്ന തീരുമാനത്തിനെതിരെയും വിദ്യാർത്ഥികൾ സമരരംഗത്താണ്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് IMA പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ IMA ഭാരവാഹികൾ ബുധനാഴ്ച പരിയാരം മെഡിക്കൽ കോളേജിലെത്തി സമരക്കാർക്ക് പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാരി, DTF ചെയർമാൻ ഡോക്ടർ ബൽറാം നമ്പ്യാർ, ഡോക്ടർ സൂരജ് എന്നിവർ പങ്കെടുത്തു. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നാട്ടിലെ മനുഷ്യജീവനുകളുടെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ജനപക്ഷ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നാട്ടിലെ മനുഷ്യജീവനുകളുടെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. പണമുള്ളവന് നീതി ലഭിക്കുകയും പണമില്ലാത്തവന് മറ്റൊരു നീതിയും എന്നത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ ജോയിന്റ് കൌൺസിൽ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു പരിപാടിക്ക് ഗാന്ധി രക്തസാക്ഷി ദിനം തന്നെ തെരഞ്ഞെടുത്തത് എല്ലാ കൊണ്ടും ഉചിതമായ ഒരു തീരുമാനമാണ്. ജോയിന്റ് കൌൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ 55 ദിവസക്കാലം നീണ്ടുനിന്ന
അഴിമതിരഹിതവും ജനോപകാരപ്രദവുമായ സിവിൽ സർവീസ് സാധ്യമാണെന്ന വിഷയത്തിൽ നടന്ന ജനപക്ഷ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എ ദാമോദരൻ, കെ രവീന്ദ്രൻ, ആർ മനോജ് കുമാർ, കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും ബാലകൗമാരങ്ങൾ അടിമകളാകുന്ന പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണവുമായി മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി. ഫെബ്രുവരി 2-ന് മാണിക്കോത്ത് ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. വർത്തമാനകാല സാഹചര്യത്തിൽ ബാലകൗമാരങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ആശാസ്യകരമല്ലാത്ത രീതിയിലേക്ക് മാറുന്നതിൽ ബോധവൽക്കരണം നടത്തുന്നതിനാണ് മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 2-ന് വൈകിട്ട് 4-ന് ബോധവൽക്കരണ ക്ലാസ് നടത്തും. രാവിലെ 9-ന് രജിസ്ട്രേഷൻ നടക്കും. ഡിവൈഎസ്പി കെ ദാമോദരൻ ഏകദിന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലകളിലും വലിയ രൂപത്തിൽ നമ്മുടെ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അതോടൊപ്പം തന്നെ കഞ്ചാവിനും അടിമപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് പോലും അത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ ബാലകൗമാരങ്ങൾ അതല്ലെങ്കിൽ യുവാക്കൾ അനുദിനം ചെന്ന് ചാടുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കളെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒളിച്ചോടുകയും അവർ അവസാനമായി ആത്മഹത്യയിലേക്ക് ചെന്നെത്തുകയും അതല്ലെങ്കിൽ ഏതെങ്കിലും സെക്സ് റാക്കറ്റിൽ ചെന്നുപെടുകയും അതല്ലെങ്കിൽ കൊലപാതകത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ദുരന്ത വാർത്തകൾ. അപ്പൊ അത്തരത്തിലുള്ള വലിയ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്തുക്ക CI CK സുനിൽകുമാർ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി എന്നിവർ മുഖ്യാതിഥികളാവും. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ മുല്ലക്കോയ തങ്ങൾ, ചെയർമാൻ MM നാസർ, ട്രഷറർ PK അസീസ്, NP അബൂബക്കർ, റഷീദ് മാണിക്കോത്ത്, കരീം മൈത്രി, ബാസിത് പാലക്കി തുടങ്ങിയവർ പങ്കെടുത്തു. നീലേശ്വരം നഗരസഭയുടെ ചിറപ്പുറത്തെ ബഡ് സ്കൂളിൽ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പ്രവൃത്തി പരിശീലനം നൽകുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി. മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീലേശ്വരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ 6 വർഷമായി ചിറപ്പുറം ആലങ്കിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യാശ ബഡ് സ്കൂളിന്റെ വളർച്ചയുടെ 2ാം ഘട്ടം എന്ന നിലയിലാണ് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പ്രവൃത്തി പരിശീലനം നൽകുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. സെന്ററിലെ അധ്യാപകരുടെ സേവനം പൂർണ്ണമായി അംഗീകരിക്കണമെന്നും അവരുടെ സേവനം പൂർണ്ണമായും കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധം സംവിധാനം ഉണ്ടാക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെ നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കാണരുത്. ഇവിടെ പരിചരിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ ആയമാർ അവർ ഈ സേവനം നടത്തുന്നതിനെ എല്ലാവരും അംഗീകരിക്കുകയും അവരെ സേവനം പൂർണ്ണമായും ഈ കുട്ടികൾക്ക് ലഭിക്കത്തക്ക നിലയിൽ സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് ന്യായമായ വരുമാനം ഈ സേവനം നടത്തുന്നതിന് നിശ്ചയിച്ച് നൽകണം. ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള 2 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ വളരെ അപര്യാപ്തമാണ്. അതിലെല്ലാം മാറ്റം വരുത്തണം. എല്ലാം നഗരസഭയെ മാത്രം ആശ്രയിച്ച് കഴിയണം. ഇതുപോലുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കണം. ആ മനോഭാവത്തിൽ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല വലിയ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. M രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷ P രാധ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി ഗൌരി, സ്ഥിരം കമ്മിറ്റി അധ്യക്ഷന്മാരായ AK കുഞ്ഞികൃഷ്ണൻ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, PM സിന്ധു, PP മുഹമ്മദ് റാഫി, കൌൺസിലർമാരായ എറവാട്ട് മോഹനൻ, P ഭാർഗവി, M സജിത, AV സുരേന്ദ്രൻ, KV ശശികുമാർ, CPM ഏരിയ സെക്രട്ടറി TK രവി, C രാഘവൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, CKK മാണിയൂർ, ജോൺ ഐമൺ, CDS ചെയർപേഴ്സൺ TV രേണുക, ബഡ് സ്കൂൾ അധ്യാപിക KV ജലജ, PTA പ്രസിഡന്റ് E രാജൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി A സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു. തളങ്കര കടവത്ത് സ്വദേശിയായ മൻസൂർ അലിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ അബ്ദുൽ സലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കാസർഗോഡ് SP ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക ബണ്ട്വാൾ സ്വദേശിയായ അബ്ദുൾ സലാമിനെയാണ് കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഉപ്പള ടൗണിൽ വെച്ചാണ് പോലീസ് സലാമിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രതികളായ അഷറഫ് അടക്കമുള്ളവരെ ഇനിയും പിടികൂടാനുണ്ടെന്നും അതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും കാസർഗോഡ് SP ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ അറിയിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലൂ നമുക്ക് കിട്ടിയിരുന്നു. വ്യക്തമായിട്ടുള്ള ക്ലൂ, അതായത് ഒരു ബ്ലൈൻഡ് കേസ് തന്നെ പറയാം. യാതൊരു ആളാരെന്ന് അറിയത്തില്ലായിരുന്നു, ഇതെന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ കിട്ടുകയും ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സലാം എന്നുള്ളത്. അയാളെ കോടതി പോലീസ് ചെയ്ത് പോലീസ് കസ്റ്റഡി വാങ്ങി മറ്റുള്ള പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തി കേസ് കണ്ടുപിടിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള ആളെ കിട്ടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ആളുടെ മൊബൈൽ, ഈ മൻസൂർ അലിയുടെ മൊബൈൽ ഇയാളുടെ കയ്യിലുണ്ട്. ഇയാളത് വിറ്റിട്ടുണ്ട്, സ്ഥലത്ത് പണയം വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. അത് കിട്ടേണ്ടതായിട്ടുണ്ട്. കിട്ടിയ പൈസ, അത് വളരെ പ്രധാനപ്പെട്ടൊരു ലിങ്കാണ്. വാർത്താ സമ്മേളനത്തിൽ DYSP MV സുകുമാരൻ, അന്വേഷണ ഉദ്യോഗസ്ഥരായ CI VV മനോജ്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ കാറ്റാടി തണലത്ത് വിഷൻ 2020 എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 1993-94 കാലഘട്ടത്തിൽ ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ വിദ്യാർത്ഥികളാണ് 20 വർഷത്തിനു ശേഷം വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തൊരുമിക്കുന്നത്. കാറ്റാടി തണലത്ത് എന്ന പേരുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂളിൽ വിഷൻ 2020 ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് നിർവഹിച്ചു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളുമാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. ദിശാബോധം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ രജിത് കുമാർ നേതൃത്വം നൽകി. പരിപാടിയിൽ GHSS ആലമ്പാടി പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ ചേരൂർ, മുബാറക്, മുഹമ്മദ് ഹാജി, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അറിവ് തേടുന്ന പഠനമുറിക്ക് മുകളിൽ കൃഷിനിലം ഒരുക്കി വിദ്യാർത്ഥികൾ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC NCC കേഡറ്റുകളാണ് സ്കൂൾ മട്ടുപ്പാവിൽ ജൈവ പച്ചക്കറിത്തോട്ടം ഒരുക്കി മാതൃകയായത്. ക്ലാസ് മുറിയിലിരുന്ന് സയൻസും ഗണിതവും പഠിച്ച ചെമ്മനാട്ടെ കുട്ടികൾ ഇപ്പോൾ പുതിയ പാഠലോകത്താണ്. പച്ചതോരാത്ത കുരുന്നു മനസ്സുകളിൽ പച്ചക്കറിയാണ് പുതിയ പാഠം. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെയും NCCയുടെയും കൂട്ടുകാരാണ് സ്കൂൾ മട്ടുപ്പാവിനെ വിശാലമായ ജൈവ പച്ചക്കറി തോട്ടമായി മാറ്റിയെടുത്തത്. അഞ്ഞൂറോളം വരുന്ന ഗ്രോ ബാഗുകളിൽ മണ്ണും പൂഴിയും ചകിരിയും നിറച്ചാണ് വിദ്യാർത്ഥികളുടെ കൃഷി. കാബേജ്, തക്കാളി, വഴുതിന, വെണ്ട, കോളിഫ്ലവർ, പച്ചമുളക് തുടങ്ങിയവയാണ് പ്രധാന ഇനങ്ങൾ. ഇരുന്നൂറോളം വരുന്ന SPC NCC കേഡറ്റുമാരെ 15 ബാച്ചുകളായി തിരിച്ചാണ് പച്ചക്കറി തോട്ടത്തെ പരിപാലിക്കുന്നത്. രാവിലെയും ഉച്ചനേരത്തും വൈകുന്നേരവും കുട്ടികൾ സ്കൂൾ മട്ടുപ്പാവിലെത്തും. ജൈവ കീടനാശിനികൾ തളിച്ചും വെള്ളമൊഴിച്ചും കുട്ടികൾ പച്ചക്കറിത്തോട്ടത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. ഞങ്ങളുടെ കൃഷി എല്ലാവർക്കും മാതൃകയാകണമെന്നാണ് SPC NCC കേഡറ്റുകളായ രാഹുലും ശ്രീഷ്മയും പറയുന്നത്. നവംബർ 10-ാം തീയതി ഏകദേശം 500ഓളം ഗ്രോ ബാഗുകളാണ് ഞങ്ങളുടെ കൃഷി ഇറക്കിയത്. NCCയിലെയും SPCയിലെയും 100ഓളം വരുന്ന കേഡറ്റുകൾ നമുക്ക് ഇതിന് സഹായം നൽകിയിരുന്നു. കൂടാതെ അവധി ദിനങ്ങളിൽ ഞങ്ങൾ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ച് അവർ വന്ന് ഇവിടെ വെള്ളമൊഴിച്ചിരുന്നു. ഈ കൃഷി നല്ലൊരു വിജയം തന്നെയായി എന്നാണ് SPCയും NCCയും കേഡറ്റ്സുകൾ കരുതുന്നത്.
മാത്രമല്ല ഈ ടെറസിലെ കൃഷികൾ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായി നാം കരുതുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ KO രാജീവന്റെ നിർദ്ദേശപ്രകാരമാണ് മട്ടുപ്പാവ് കൃഷി നടത്താൻ കുട്ടികൾ രംഗത്തിറങ്ങിയത്. SPC ഓഫീസർമാരായ CL മുഹമ്മദ് യാസറും V സാവിത്രിയും NCC ഓഫീസർമാരായ P ശ്രീജിത്തും മുനീറും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കൂടെ നിന്നു. പൂർണ്ണമായും ജൈവ കൃഷി വളങ്ങൾ ഉപയോഗിച്ച് ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ ടെറസിന്മേലുള്ള കൃഷിയിൽ ഈ ചൂട് തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് കൂടുതൽ. അപ്പോൾ ജൈവവളം ഉപയോഗിച്ച നേരത്തെ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് മിശ്രിതമാണ് ഇതിന് പ്രധാനമായും ജൈവവളമായി ഞങ്ങൾ ഉപയോഗിച്ചത്. സ്കൂൾ മാനേജ്മെന്റും PTA കമ്മിറ്റിയും വിദ്യാർത്ഥികളുടെ പച്ചക്കറിത്തോട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ എല്ലാ വർഷവും കൃഷി തുടരാമെന്ന ആത്മവിശ്വാസത്തിലാണ് കുട്ടികളും അധ്യാപകരും. പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ലൈബ്രറി അനുവദിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി കാസർഗോഡിനെ അറിയുക എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി. ഡോക്ടർ C ബാലൻ വിഷയം അവതരിപ്പിച്ചു. പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ്. വജ്രജൂബിലി സംഘാടക സമിതി ചെയർമാൻ PP സുകുമാരന്റെ അധ്യക്ഷതയിലാണ് ഗ്രന്ഥാലയം അങ്കണത്തിൽ ലൈബ്രറി ഉദ്ഘാടനം, സെമിനാർ, ആദരിക്കൽ എന്നിവ നടന്നത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാലത്ത് നമ്മുടെ ജനങ്ങളുടെ വായനാശീലം കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായനാശീലം വീണ്ടെടുക്കാനും പ്രത്യേകിച്ച് പുതുതലമുറയെ വായനയോട് അടുപ്പിക്കാനും കഴിയുന്ന വൈവിധ്യപൂർണമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലൊന്ന്. തീർച്ചയായും ഇത്രയും പുസ്തകങ്ങൾ നന്നായി പഠിക്കുന്ന അക്കാദമിക് രംഗത്ത് മികവ് പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ സഹായകമായിട്ടുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളും ചരിത്രവും സാഹിത്യവും സംസ്കാരവും എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നതിന് അവരുടെ പൊതുവിജ്ഞാന വർദ്ധനവിന് ഉതകുന്ന രീതിയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള പുസ്തക ശേഖരമാണ് ഇവിടെയുള്ളത്. വികസന രംഗത്ത് വേറിട്ട ശൈലിയിലൂടെ നിരവധി മാതൃകകൾ കാട്ടിയ വ്യക്തിയും പിലിക്കോട് പഞ്ചായത്തിന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മുൻ പ്രസിഡന്റ് കൂടിയുമായ TV ഗോവിന്ദനെ ആദരിക്കുന്ന ചടങ്ങും തുടർന്ന് നടന്നു. ഉദ്ഘാടകനായിരുന്ന MLA M രാജഗോപാലൻ പൊന്നാടയണിയിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ 2016-17 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള സെമിനാറും പരിപാടികളുടെ ഭാഗമായി നടന്നു. കാസർഗോഡിനെ അറിയുക എന്ന വിഷയം പ്രമുഖ ചരിത്ര പണ്ഡിതനായ ഡോക്ടർ C ബാലൻ അവതരിപ്പിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് K കുഞ്ഞിരാമൻ, ലൈബ്രറി നേതൃസമിതി പഞ്ചായത്ത് കൺവീനർ K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി P രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് T അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. ചിത്രകലയിലൂടെ നീലേശ്വരത്തിന്റെ യശസ്സുയർത്തിയ AD മാസ്റ്റർ എന്ന A ദാമോദരന് നീലേശ്വരത്ത് സ്മരണാഞ്ജലി. ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രശസ്ത ചിത്രകാരനും അധ്യാപകനും ഗുരുപൂജ അവാർഡ് ജേതാവുമായിരുന്ന AD മാസ്റ്ററുടെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് നീലേശ്വരം JCS ഓഡിറ്റോറിയത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. P മണികണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റ് മദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആദ്യം കടന്നു വന്നത് 37 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ 1980 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ അന്നത്തെ RDO കോഴിക്കോട് RDO എന്നോട് ആവശ്യപ്പെട്ടു, പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു ഫ്ലോട്ട് തയ്യാറാക്കുന്നുണ്ട്, മദനൻ തിരുവനന്തപുരത്ത് വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അതിൻ്റെ പിന്നെ പെയിന്റ് ചെയ്യേണ്ട തമിഴന്മാരും മറ്റു കാര്യങ്ങളും പട്ടിക അടിക്കേണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു RDO പറഞ്ഞു. നീലേശ്വരം NKBM AUP സ്കൂൾ, പടന്നക്കാട് ശ്രീനാരായണ AUP സ്കൂൾ എന്നിവിടങ്ങളിൽ ചിത്രകലാധ്യാപകനായിരുന്ന നാടകരംഗത്തെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു AD മാസ്റ്റർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ 500-ലധികം അമേച്വർ നാടകങ്ങൾക്ക് രംഗസജ്ജീകരണം ഒരുക്കിയ ആ കലാകാരൻ NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയുടെ നാടകങ്ങളായ കാബാലിക, ആദ്യരാത്രി എന്നീ നാടകങ്ങൾക്കും
രംഗസജ്ജീകരണമൊരുക്കി ശ്രദ്ധേയനായി. 2005 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും നേടിയിരുന്നു. എം രാധാകൃഷ്ണൻ നായർ, പി രാമചന്ദ്രൻ, എറുവാട്ട് മോഹനൻ, EVC നീലേശ്വരം, എം ഭാസ്കരൻ മാസ്റ്റർ, സേതു ബംഗളം, പത്മജ ബാബു എന്നിവർ സംസാരിച്ചു. പ്രമുഖ മോണോ ആക്ട് കലാകാരൻ ശശി നീലേശ്വരം, ഫോട്ടോഗ്രാഫറും ജൈവ കർഷകനുമായ AR ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആർട്ടിസ്റ്റ് മദനൻ പൊന്നാടയണിയിച്ചു. മോഹൻ പ്രകാശ് സ്വാഗതവും യമുന കെ നായർ നന്ദിയും പറഞ്ഞു. നെല്ലിക്കാട്ട് ADS 7ാം വാർഡിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. നൃത്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി. നെല്ലിക്കാട്ട് ADS 7ാം വാർഡ് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് പൈസകൾ നടപടികളാണ് കൊടുക്കുന്ന പരിപാടിയല്ല. നമ്മുടെ നാടിന്റെ വികസന പങ്കാളികളല്ല. അത് കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലായാലും എല്ലാ മേഖലയിലും കൈവക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കുടുംബശ്രീ മാറി. അതിന് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് വലിയ പ്രോത്സാഹനമാണ് കുടുംബശ്രീ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇന്ന് വർത്തമാനത്തിൽ മാത്രമല്ല പ്രവർത്തിയിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ. വാർഡ് കൗൺസിലർ സാവിത്രി അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ സമ്മാനദാനം നിർവഹിച്ചു. പ്രേമ TV, രാജേഷ്, രജനി V, രതിക തുടങ്ങിയവർ സംസാരിച്ചു. കായിക മത്സരങ്ങളും നടന്നു. തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. വാർത്തകൾ തുടരുന്നു. അടിയാർക്കാവ് ഭരണസമിതിയുടെയും കാഞ്ഞങ്ങാട് ആയുർസഖ്യയുടെയും ആന്ധ്ര ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. അടിയാർക്കാവ് ഭരണസമിതിയുടെയും കാഞ്ഞങ്ങാട് ആയുർസഖ്യയുടെയും ആന്ധ്ര ബാങ്ക് RCTയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആന്ധ്ര ബാങ്ക് RCT ഡയറക്ടർ P. വത്സൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ഡെന്റൽ ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ്, ഹോമിയോ ക്യാമ്പ്, അലോപ്പതി, ഇങ്ങനെ ധാരാളം ആരോഗ്യ രംഗത്ത് അവബോധം ഉണ്ടാക്കുന്നതിനും നാട്ടിലുള്ള ആളുകൾക്ക്, അശരണരായ ആളുകൾക്ക്, രോഗത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് അതേക്കുറിച്ച് അറിവ് നൽകുന്നതിന് അവർക്ക് ചികിത്സാ
സമ്പ്രദായങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന്, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ എവിടെ ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് അറിവ് നൽകുന്നതിന് ഒക്കെ ഉദ്ദേശിച്ചാണ് ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ. ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ആയുർസഖ്യയുടെ ഡോക്ടർ മുഹമ്മദ് ഷിഹാബ് വിഷയാവതരണം നടത്തി. കുഞ്ഞികൃഷ്ണൻ കുളത്തിങ്കാൽ, ഭരതൻ, സതീശൻ, രാജീവൻ, ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ദേവസ്ഥാനം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. മഹോത്സവത്തോടനുബന്ധിച്ച് ബഹ്റൈൻ കമ്മിറ്റിയുടെയും ദുബായ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കിഴക്കുംകര കാഴ്ച കമ്മിറ്റിക്കുള്ള ഫണ്ട് കൈമാറി. ഫെബ്രുവരി 1 വെളിച്ചപ്പാടൻ തെയ്യം, പുലിച്ചോൻ തെയ്യം, കന്തിരിക്കണ്ണൻ തെയ്യം, പുല്ലൂരാളി, വിഷ്ണുമൂർത്തി, കാളപ്പുലിയൻ തെയ്യം എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. കിഴക്കുംകര കാഴ്ച കമ്മിറ്റി, കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റി, അത്തിക്കൂത്ത് കാഴ്ച കമ്മിറ്റി എന്നീ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തിരുമുൽ കാഴ്ച സമർപ്പണവും നടക്കും. ഫെബ്രുവരി 2 വ്യാഴാഴ്ച പുലിക്കണ്ടൻ തെയ്യം, പുള്ളിക്കരിങ്കാളി അമ്മയുടെയും പുല്ലൂരാളിയുടെയും തോറ്റവും മേലേടിച്ചാട്ടവും മണങ്ങിയാട്ടത്തോടുകൂടിയുള്ള എഴുന്നള്ളത്തും വിഷ്ണുമൂർത്തിയുടെ കുളിച്ചേറ്റവും നടക്കും. ഫെബ്രുവരി 3 വെള്ളിയാഴ്ച പുല്ലൂരാളി, പുല്ലൂർണൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ മുടിയെടുക്കൽ ചടങ്ങോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. പെരിയ പുലിഭൂത ദേവസ്ഥാനത്ത് മേൽമാട് സമർപ്പണം നടന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ രാഘവേശ്വര ഭാരത് സ്വാമികൾ മേൽമാട് സമർപ്പണം നടത്തി. മേൽമാട് സമർപ്പണത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി എത്തിയ ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ രാഘവേശ്വര ഭക്തജനങ്ങളെ, പെരിയ പുലിഭൂത ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും പ്രയോക്താവുമായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ വംശപരമ്പരയിലെ 36ാമത്തെ ജഗദ്ഗുരു വസന്നകര ശ്രീരാമചന്ദ്രപുരം പെരിയ പുലിഭൂത ദേവസ്ഥാനത്തിന് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലൊരുക്കിയ മേൽമാടിന്റെയും പള്ളിയറയുടെ പിത്തടമേൽക്കൂരയുടെയും സമർപ്പണ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഹൊസനഗര രാമചന്ദ്രപുര മഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ രാഘവേശ്വര ഭാരതി സ്വാമികൾ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. സമർപ്പണ ചടങ്ങിനെത്തിയ ശ്രീ ശ്രീ രാഘവേശ്വര ഭാരതി സ്വാമികളെ പെരിയ ടൗണിൽ നിന്നും ഘോഷയാത്രയായി ആനയിക്കുകയുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് സ്വാമിയെ ദേവസ്ഥാനത്തിലേക്ക് ആനയിച്ചത്. വിവിധ കമ്മിറ്റികളുടെ സഹകരണത്തോടെ 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മേൽമാട നിർമ്മിച്ചത്. മേൽമാട സമർപ്പണ ചടങ്ങ് ശ്രീ ശ്രീ രാഘവേശ്വര ഭാരത സ്വാമികൾ നിർവഹിച്ചു. ശിവായ സാന്തായ സഗനായ സസൂർണമേ സനന്ദിനെ സഗംഗായ സദൃശായ നമഃ.
മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസതാംഗം പുണ്യോപേതം കുണ്ടലീകായതാക്ഷം വിഷ്ണു വന്ദേ സർവരോഗീകനാഥം. പള്ളിയറയുടെ പിത്തള മേൽക്കൂരയുടെ സമർപ്പണ ചടങ്ങ് അരവത്ത് KU ദാമോദര തന്ത്രികൾ നിർവഹിച്ചു. മേൽമാട സമർപ്പണ ചടങ്ങിൽ ദേവസ്ഥാനം പ്രസിഡന്റ് T രാമകൃഷ്ണൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, K നാരായണ അടിക, അച്യുതൻ പുളിയപ്പുറം, T അനന്തൻ തായത്ത്, കൃഷ്ണൻ കുമ്പള, പുരുഷോത്തമൻ, പ്രദീപൻ ഗന്ധമൂല, രവി കരോടി, M രാഘവൻ നായർ, PK കൃഷ്ണൻ, ബേബി വലിവളപ്പ്, C കമലാക്ഷൻ ചാണവളപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് IMA. സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ IMA ഭാരവാഹികൾ സന്ദർശിക്കും. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. ബാലകൗമാരങ്ങളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചിതരാക്കാൻ ബോധവൽക്കരണവുമായി മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് വേറിട്ട പ്രവർത്തനങ്ങൾ. തളങ്കര മൻസൂർ അലിയുടെ കൊലപാതകം, മുഖ്യപ്രതി അറസ്റ്റിൽ. പഠനത്തോടൊപ്പം കൃഷിയും. മട്ടുപ്പാവിനെ കൃഷിയിടമാക്കി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് സാന്ത്വനത്തിന്റെ കൈത്താങ്ങുമായി നീലേശ്വരം നഗരസഭ. 18 വയസ്സുള്ളവർക്ക് സുരക്ഷിത പഠനത്തിനായി ബഡ് സ്കൂൾ തുടങ്ങി. പെരിയ പുലിഭൂത ദേവസ്ഥാനം ആയിരങ്ങളെ സാക്ഷിയാക്കി ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ രാഘവേശ്വര ഭാരത് സ്വാമികൾ മേൽമാട് സമർപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.